ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. എല്ലാവരും ഒരു വേൾഡ് കപ്പിൻ്റെ ഓറയിലാണുള്ളത്. ചുറ്റിലും സ്കൂളിലും നമ്മുടെ വീട്ടിലും അങ്ങാടികളിലും എല്ലായിടത്തും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ സംസാരം എന്താടാ? വേൾഡ് കപ്പ്, അർജൻറ്റീന, മെസ്സി, ബ്രസീൽ, നെയ്മർ, റൊണാൾഡോ, പോർച്ചുഗൽ, ഫ്രാൻസ്, എംബാപ്പെ, ആകെ ഫുൾ ഒരു വേൾഡ് കപ്പ് മയം. എടാ, നിങ്ങൾ ഏതാണ് വേൾഡ് കപ്പിലെ ടീം? ഒന്ന് കമൻറ്റ് ചെയ്യോ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഫാൻസിൻ്റെ ഒരു തള്ളിക്കയറ്റം, ഒരു അഡ്രിനൽ റഷ് നമുക്ക് കാണുമ്പോൾ തോന്നണം. റെഡി അല്ലടാ? ഒരു ഓറ അടങ്ങി നിങ്ങളുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ എല്ലാവരും ഇപ്പോൾ ലൈക്ക് ചെയ്ത് നമ്മളെ ആ ടീമുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ അവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. സോ ഞാനിപ്പോൾ വന്നത് നിങ്ങളുടെ വേൾഡ് കപ്പിൻ്റെ ടീം അറിയാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഓരോ വേൾഡ് കപ്പ് കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്ക് ഒരുപാട് നല്ല പാഠങ്ങൾ വേൾഡ് കപ്പ് തരുന്നുണ്ട്. ജസ്റ്റ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. 1998 ഏറ്റവും ഇതിഹാസ താരമായിരുന്നു നമ്മുടെ റൊണാൾഡോ നസാരിയോ. നിങ്ങൾക്ക് അറിയുമായിരിക്കും, പ്രത്യേകിച്ച് പെസ് കളിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മുടെ ലെജൻഡ് പ്ലെയർ ആയിട്ടൊക്കെ കിട്ടുന്ന ഒരാളാണ് റൊണാൾഡോ നസാരിയോ എന്ന് പറയുന്നത്. അദ്ദേഹം 98 തൻ്റെ ബ്രസീൽ ടീമിനെ വേൾഡ് കപ്പിൽ എത്തിച്ചു. പക്ഷേ ഫ്രാൻസുമായിട്ടുള്ള അന്നത്തെ മത്സരത്തിൽ 3-0 ബ്രസീൽ തോറ്റു. അന്ന് എല്ലാവരും കളിയാക്കിയത് നസാരിയനാണ്. റൊണാൾഡോ അതുവരെ എത്തിച്ചതൊന്നും ആരും കണ്ടിട്ടില്ലെങ്കിലും തോറ്റത് എല്ലാവരും കണ്ടിട്ടുണ്ട്. സോ അദ്ദേഹം അന്ന് വളരെ വിഷമത്തോടെ കരഞ്ഞ് മൈതാനത്ത് നിന്ന് മടങ്ങി. അതിനുശേഷം അദ്ദേഹം 2 മേജർ മുട്ടിന് സർജറികൾക്ക് വിധേയമായി 4 വർഷത്തിന് ശേഷം വീണ്ടും 2002 വീണ്ടും ഒരു വേൾഡ് കപ്പിന് അദ്ദേഹം തൻ്റെ ടീമിൽ തിരിച്ച് ജോയിൻ ചെയ്തു. വളരെ വൃത്തിയായി കളിച്ച് ഡിറ്റർമിനേഷനിലൂടെ ഒരു ടീം ബിൽഡ് ചെയ്ത് നല്ല ഒത്തൊരുമയോടെ കളിച്ച് നല്ല ടിക്കി ടാക്ക കളി കളിച്ചുകൊണ്ട് നമ്മുടെ നൊസാരിയൻ്റെ ടീം എന്ത് ചെയ്തോടാ? ബ്രസീൽ വീണ്ടും വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തി. ഈ ഫൈനലിൽ അന്ന് അവർക്ക് നേരിടാണ് ജർമ്മനിയുമായിട്ടായിരുന്നു. ജർമ്മനിയെ 1-0 തോൽപ്പിച്ച് നൊസാരിയൻ ടീം എന്ത് ചെയ്താ? ബ്രസീൽ അന്ന് കപ്പിൽ മുത്തമിട്ടു, വേൾഡ് കപ്പ്. സോ ഇതിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടോടാ? തോറ്റ് പൊളിഞ്ഞ് പണ്ടാറടങ്ങിയ ആ ബ്രസീൽ ടീമിനെ 98 നിന്നും 4 വർഷങ്ങൾക്ക് പുറം വീണ്ടും അവർ എന്താണോ അവർക്ക് നഷ്ടപ്പെട്ടത്, അവിടെ അല്ലാതെ ഈ ചുണ്ടിൻ്റെ അടുത്ത് നിന്ന് അവർ നഷ്ടപ്പെട്ട ആ കപ്പിലിട്ട് വീണ്ടും തിരിച്ചെത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അന്ന് നസാരിയൻ്റെ ആ ഒരു ഹെയർ കട്ടില്ലേടാ, R9 ഹെയർ കട്ട് അല്ലെങ്കിൽ ബിസേർ കട്ട് എന്ന് വിളിക്കുന്ന ഈ ഹെയർ കട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കാം ചിലപ്പോൾ. സോ ഇതല്ലെങ്കിൽ വേറൊരു സ്റ്റോറി നിങ്ങൾക്കറിയാം. 2014 ജർമ്മനിയുമായിട്ട് വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റുകൊണ്ട് ആ വേൾഡ് കപ്പിലോട്ട് നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മെസ്സിയുടെ ഒരു ഫോട്ടോ വേൾഡ് ഫേമസാണ് അല്ലേ? അന്ന് മെസ്സിക്ക് ഗോൾഡൻ ബോൾ കിട്ടിയെങ്കിലും അവർക്ക് വേൾഡ് കപ്പ് വിൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ശേഷം 2 വർഷങ്ങൾക്ക് ഇപ്പോൾ 2016 കോപ്പ അമേരിക്ക മത്സരത്തിൽ വീണ്ടും അർജൻറ്റീന ചിലിയുമായിട്ട് അന്ന് നമ്മുടെ മെസ്സി പുറത്തോട്ട് പെനാൽറ്റി അടിച്ചിട്ട് അന്ന് അർജന്റീന തോൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ മെസ്സി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ആകെ താഴത്ത് പോയി എന്ന് വെച്ചാൽ എന്താടാ? നാണം കടയിന് ബാക്കിയൊന്നുമില്ല. അദ്ദേഹം പടുത്തുയർത്തിയ അല്ലെ വിയർപ്പ് തുന്നിയിട്ട് ആ കുപ്പായം കീറിപ്പോയി. ആളുകൾ കളിയാക്കി. ഇപ്പോഴും മെസ്സിയെ കളിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മീമാണ് ഈ കാണുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അല്ലെ, സ്റ്റിക്കറായിട്ടും പോസ്റ്ററായിട്ടൊക്കെ ഇപ്പോഴും കളിക്കുന്ന ഒരു മീമാണിത്. വീണ്ടും 2014 വേൾഡ് കപ്പ് തോറ്റ അദ്ദേഹം 4 വർഷങ്ങൾക്ക് 2018 കളിക്കുന്നു. അതും കഴിഞ്ഞ് വീണ്ടും 4 വർഷങ്ങൾക്ക് പുറം, അഥവാ 2014 കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം 2022 അർജന്റീന ടീം എന്ത് ചെയ്യുന്നടാ? ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് അന്ന് നമ്മുടെ കപ്പിൽ മുത്തോണ്ട് ഖത്തറിലെ അത്തറിൻ്റെ മണമുള്ള ഖത്തറിൽ വെച്ചുകൊണ്ട് അർജന്റീന നമ്മുടെ മെസ്സി എന്ത് ചെയ്യുന്നു? മിഷിഹ കപ്പിൽ മുത്തമിടുന്നു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വേൾഡ് കപ്പ്, അർജന്റീന, ബ്രസീൽ ഒക്കെ വളരെ നല്ല കാര്യമാണ് എങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റേണ്ടതുണ്ട്. നമ്മൾ തോറ്റു പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒന്നിൻ്റെയും അവസാനമല്ല. അടാ, നിങ്ങൾ തോറ്റുപോയി, ആളുകൾ നിങ്ങളെ കളിയാക്കി വിമർശിച്ചു, നിങ്ങളാകെ ആത്മഹത്യയുടെ വക്കയാണ് മാഷ എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില കുട്ടികളുടെ സാറേ എനിക്ക് മാർക്ക് വളരെ കുറവ്, വീട്ടിൽ നിന്ന് കളിയാക്കുന്നു, വീട്ടിൽ നിന്ന് ചീത്ത പറയുന്നു, ഫ്രണ്ട്സ് കളിയാക്കുന്നു, സാറേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകും. ഈ കുറച്ച് കഴിഞ്ഞ വർഷങ്ങൾ നമ്മുടെ SLC എക്സാം സമയത്ത് നമുക്ക് വന്ന മെസ്സേജ് മെസ്സേജാണ്. സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നിൻ്റെയും അവസാനമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 2014 തോറ്റ് കരഞ്ഞ് കളം വിട്ട മെസ്സി 2022 ആ വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ, ശരിയായൊരു വിഷൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ കട്ട് വിഷൻ, ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ വലിയ ഗോളും സെറ്റ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട, എനിക്ക് ഡോക്ടർ ആവണം. എടാ, ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് കുട്ടികളൊക്കെ അല്ലേ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു കുഞ്ഞു ഗോൾ സെറ്റ് ചെയ്യുക. വരുന്ന ഓണം എക്സാം ഞാൻ തൂക്കും.
അത് മതി. എടാ വരുന്ന ഓണം എക്സാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പുതിയ തീരുമാനമെടുത്ത് ഇനി മുതൽ ഞാൻ പുതിയ മനുഷ്യനാണ് സാറേ. ഈ പുതിയ തീരുമാനത്തിന് ശേഷം എനിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ കടമ്പ മുന്നിൽ വരുന്നത് അത് ഓണം എക്സാം ആണ്. ആ ഓണം എക്സാം നിങ്ങളൊന്ന് തൂക്കി കാണിക്ക്. ഒരു അക്കാഡമിക് കംബാക്ക് നമ്മൾ നടത്തണ്ടേ? നമ്മൾ കളിയാക്കിയവരില്ലടാ, നമ്മളെ കുറ്റപ്പെടുത്തിയവർ നമ്മുടെ ക്ലാസ്സിലില്ലടാ മക്കളെ. അവരെ മുന്നിൽ നമുക്കൊന്ന് ചിരിച്ചു നിൽക്കണ്ടേ? പാരൻസ് മീറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമ്മാനം വാങ്ങാൻ മുന്നിൽ വിളിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഉമ്മയും വന്ന് ആ സമ്മാനം വാങ്ങുന്ന ചിത്രം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. എടാ ഞമ്മക്കത് വാങ്ങണ്ടേ? മനസ്സിലാക്കുക. ഫോർ എവരി 2014 ദർ ഈസ് എ 2022. ഒന്നിൻ്റെയും അവസാനമില്ല. എടാ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണെടുത്ത് കിടന്ന് എണീറ്റ് ഓടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, അതിന് ആവത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതൊരു ഡിറ്റർമിനേഷനും അതിനുള്ള ഒരു വിൽ പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടാൻ വേണ്ടിയിട്ട് പറ്റും. സോ 2026-27 അധ്യയന വർഷത്തെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെമ്മറബിൾ ഇയർ ആക്കിയിട്ട് മാറ്റാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അടിപൊളി വർഷമായിട്ട് മാറ്റാൻ എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട്, സാർ നിങ്ങളുടെ കൂടെയുണ്ട്. സോ വരുന്ന ഓണം എക്സാം നമ്മൾ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അതൊരു വിഷനായിട്ട് കണ്ടുകൊണ്ട് അത് നമുക്ക് തൂക്കിയിട്ട് തുടങ്ങണം. സോ മക്കൾസ്, എഡ്യൂപോർട്ടിൻ്റെ ഏറ്റവും സൂപ്പർ കുട്ടികൾ പഠിക്കുന്ന സൂപ്പർ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ആ ഒരു സ്റ്റെപ്പില്ലടാ അത് കടക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലടാ, എഡ്യൂപോർട്ടിൻ്റെ കൂടെ എടാ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഉണ്ടോ നോക്കുക. വരുന്ന ഓണം എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടോ? ജോയിൻ ചെയ്തോ. നിങ്ങളെ കളിയാക്കിയിട്ട് മുന്നിൽ ഒന്ന് തലയുയർത്തി നടക്കാൻ ആഗ്രഹമുണ്ടോ? എടാ ജോയിൻ ചെയ്തോ. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് മുന്നിൽ ഒന്ന് ചിരിച്ചിട്ട് ഒന്ന് ആ പ്രതികാരം കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മക്കളെ ജോയിൻ ചെയ്തോ. സോ സൂപ്പർ ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പേര്, ഫോൺ നമ്പർ, ക്ലാസ് മാത്രം ഫില്ല് ചെയ്യുക. ഇവിടുന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ ആരെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സോ നമ്മൾ ഈ വർഷം തൂക്കും പൊളിക്കും. ആൻഡ് ഈ വർഷം വേൾഡ് കപ്പിൽ ഒരു ഫൈനൽ വിൻ ചെയ്യാൻ പോകുന്ന ടീം ആരായിരിക്കും എന്ന് നിങ്ങളുടെ പ്രതീക്ഷയിലാണ്. ആ ഒരു ടീമിനൊന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് തന്നു അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു ലാസ്റ്റ് കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്താണ്. ഫോർ എവരി 2014 ദർ ഈസ് എ 2022. സി യു. ബൈ.